Good morning students. ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റേഷനറിയുടെ ട്രീറ്റ്മെന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? സാധാരണയായിട്ട് പെൻ, പേപ്പർ, പെൻസില്, എൻവലപ്സ് ഇവയൊക്കെ സ്റ്റേഷനറിയുടെ ഗണത്തിൽ പെടുന്നവയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്? പർച്ചേസ് ഓഫ് സ്റ്റേഷനറി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ എൻ്റർ ചെയ്യാം. പർച്ചേസ് ഓഫ് സ്റ്റേഷനറി മേടിക്കുന്നത് എത്ര രൂപയാണോ നമുക്ക് ചിലവാകുന്നത് ആ തുക റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം നമ്മൾ എത്ര രൂപയുടെ സ്റ്റേഷനറി ഉപയോഗിച്ചോ, അതായത് കൺസ്യൂം ചെയ്തോ, ആ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് ചെയ്ത സ്റ്റേഷനറി മൊത്തവും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് സ്റ്റേഷനറി അധികം വന്നു എന്നിരിക്കട്ടെ, ബാക്കി വരുന്ന സ്റ്റേഷനറി സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും എൻ്റർ ചെയ്യും. ഉദാഹരണത്തിന് 500 രൂപയാണ് നമ്മൾ കറന്റ് ഇയർ സ്റ്റേഷനറി മേടിച്ചത്. 500 രൂപയ്ക്ക് സ്റ്റേഷനറി മേടിച്ചു. അതിൽ 300 രൂപയുടെ സ്റ്റേഷനറിയെ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ ആ 500 രൂപ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിലും 300 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുമാണ് എൻ്റർ ചെയ്യുന്നത്. ബാക്കി എത്ര രൂപയുടെ സ്റ്റോക്ക് വന്നു? സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ട്, നമ്മുടെ കയ്യിൽ 200 രൂപയുടെ സ്റ്റേഷനറി ഉണ്ട്. ആ 200 രൂപ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യും. സ്റ്റേഷനറി നമ്മൾ എത്ര രൂപയുടെ സ്റ്റേഷനറി കൺസ്യൂം ചെയ്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാഹചര്യം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് നമ്മൾ പെയ്ഡ് ഇൻ അഡ്വാൻസ് കാണും, സ്റ്റേഷനറിയുടെ എമൗണ്ട് മുൻകൂട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ ഇവയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ബുക്കിലോട്ട് എഴുതി വെക്കണം. അതിനുശേഷം വേണം ഇത് ശ്രദ്ധിക്കാൻ. നോക്കിയേ, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട സ്റ്റേഷനറിയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ സ്റ്റേഷനറിയുടെ ഇതിൽ 2-3 അഡ്ജസ്റ്റ്മെന്റുകൾ ഉൾപ്പെടുത്തിയിരിക്കും. അത് ആ സമയത്ത് നമ്മൾ കൺസംഷൻ ഓഫ് സ്റ്റേഷനറി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദ ഇയർ 2000. ഇയർ ഏതാണെന്ന് ഇവിടെ പറയുന്നില്ല, ഡ്യൂറിംഗ് ദ ഇയർ. സപ്പോസ് നമ്മുടെ അക്കൗണ്ടിംഗ് ഇയർ 1st January 2019 to 31st December 2019 ആണെന്നിരിക്കട്ടെ. അവിടെ ഓപ്പണിംഗ് ഡേറ്റ് 1st January 2019 ക്ലോസിംഗ് ഡേറ്റ് 31st December 2019 ആണ്. നമ്മുടെ ഇയർ 2019. അപ്പൊ 2019 സ്റ്റേഷനറിക്ക് വേണ്ടി 2000 രൂപ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ അടിസ്ഥാനമായി എടുക്കണം. ഈ എമൗണ്ടിനോടൊപ്പം ഇതിൽ ചില ഐറ്റംസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില ഐറ്റംസ് ഡിഡക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കറന്റ് ഇയറിലെ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി കൺസ്യൂംഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറന്റ് ഇയറിലെ ചിലവ് മാത്രമേ അതിൽ വരാവൂ. പ്രീവിയസ് ഇയറിലെയോ നെക്സ്റ്റ് ഇയറിലെയോ അതിൽ ഉൾപ്പെടാൻ പാടില്ല. അപ്പോൾ കറന്റ് ഇയറുമായി ബന്ധപ്പെട്ട ഐറ്റംസ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യാവൂ. സ്റ്റോക്ക് ഓഫ് കറന്റ് ഇയറിലെ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ ദി ഓപ്പണിംഗ് ഡേറ്റ് 400. ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ എത്ര രൂപയുടെ സ്റ്റേഷനറി ഉണ്ടായിരുന്നു? 400 ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ഡേറ്റ് 200. ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോൾ 200 രൂപയുടെ സ്റ്റേഷനറി. കറന്റ് ഇയറിൽ നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടി 2000 പേയ്മെന്റ് നടത്തി. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ 400 രൂപയുടെ സ്റ്റേഷനറി. ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് 400 രൂപയുടെ സ്റ്റേഷനറി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ 2000 കൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആഡ് ചെയ്യണം. ഇനിയും ക്ലോസിംഗ് ഡേറ്റിൽ 200 രൂപയുടെ സ്റ്റേഷനറി ഉണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അധികം വന്നതാണ് 200 രൂപയുടെ സ്റ്റേഷനറി. അത് ഇതിൽ നിന്നും ഈ 2000-ൽ നിന്നും നമ്മൾ ഡിഡക്ട് ചെയ്യണം, കുറയ്ക്കണം. മനസ്സിലായല്ലോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറിയുടെ കൂടെ കൂട്ടണം.
ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കുറയ്ക്കണം. അടുത്ത ഐറ്റം എന്താ പറഞ്ഞിരിക്കുന്നത്? എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ക്ലോസിംഗ് ഡേറ്റ് 300. അതായത് കറന്റ് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി എത്ര കൊടുക്കാനുണ്ട്? 300 രൂപ കൊടുക്കാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. പറയും ക്രെഡിറ്റേഴ്സ് എന്നും പറയും. നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള തുകയാണ് 300 രൂപ. അപ്പോൾ എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ക്ലോസിംഗ് ഡേറ്റ് 300. കറന്റ് ഇയറിലെ സ്റ്റേഷനറി മേടിച്ചതിന് വേണ്ടി നമുക്ക് ചെലവായതാണ്. അതപ്പോൾ കൊടുക്കാനുള്ളതാണ്. കറന്റ് ഇയർ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കറന്റ് ഇയറിലാണ്. ഓൺ ഓപ്പണിംഗ് ഡേറ്റ് 150. ഓപ്പണിംഗ് ഡേറ്റില് 180 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെയാണ്, കറന്റ് ഇയറിലെ അല്ല. അപ്പോൾ ഈ 180 രൂപ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, കുറയ്ക്കണം. അത് നമുക്ക് ഈ വർഷം ആവശ്യമില്ല. അതാത് വർഷങ്ങളിലെ എക്സ്പെൻഡിച്ചറാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാറുള്ളത്. ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കണം, ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യണം. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് എന്താ? paid in advance for stationery on opening date 60 rupees. paid in advance, prepaid. ഓപ്പണിംഗ് ഡേറ്റിൽ സ്റ്റേഷനറി 60 രൂപ മുൻകൂർ കൊടുക്കും. ഓപ്പണിംഗ് ഡേറ്റിൽ മുൻകൂറായി കൊടുക്കുന്ന തുക കറന്റ് ഇയറിലേക്കാണ്, ഈ വർഷത്തേക്കുള്ളതാണ്. അത് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഈ എമൗണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം. paid in advance for stationery on opening date 60 and on closing date 120. ക്ലോസിംഗ് ഡേറ്റിൽ 120 രൂപ. അതായത് കറന്റ് ഇയറിന്റെ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് 120 രൂപ മുൻകൂറായി കൊടുക്കും. അത് ഈ വർഷത്തേക്കുള്ള സ്റ്റേഷനറിക്കല്ല, അടുത്ത വർഷത്തേക്കുള്ള സ്റ്റേഷനറിക്കാണ്. അത് നമ്മൾ ലെസ് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം എടുക്കേണ്ട ഐറ്റം പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദ ഇയർ 2000. അതിനോടൊപ്പം കുറച്ച് ഐറ്റം ആഡ് ചെയ്യും, കുറച്ച് ഐറ്റം ലെസ് ചെയ്യും. ഏതൊക്കെ ഐറ്റമാണ് ആഡ് ചെയ്യുന്നത്? ഏതൊക്കെ ഐറ്റമാണ് ആഡ് ചെയ്യേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, പിന്നെ എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ക്ലോസിംഗ് ഡേറ്റ്, അടുത്തതാ എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഈ 3 ഐറ്റവും ആഡ് ചെയ്യണം. ലെസ് ചെയ്യേണ്ട ഐറ്റം ഏതൊക്കെയാണ്? എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്, closing stock of stationery, then amount paid in advance for stationery on closing date. ഇത്രയായിട്ടും ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറന്റ് ഇയറിൽ എത്ര രൂപയുടെ സ്റ്റേഷനറി ആണ് കൺസ്യൂം ചെയ്തത് എന്നുള്ളത് കിട്ടും. കറന്റ് ഇയറിലെ എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റേഷനറി, കൺസംഷൻ ഓഫ് സ്റ്റേഷനറി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഞാൻ ഈ കണക്ക് ബോർഡിലൊന്ന് ചെയ്യാം, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തല്ലോ, നന്നായി വായിച്ചു നോക്കിയോ? നമ്മളതില് പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദ ഇയർ എത്രയാ? 2000. അത് വേണം ആദ്യം എഴുതാൻ. അതായത് ഈ കറന്റ് ഇയറിൽ നടത്തിയ പേയ്മെന്റ്, സ്റ്റേഷനറിക്ക് വേണ്ടി നടത്തിയ പേയ്മെന്റ് 2000, അത് ആദ്യം എഴുതുക. ഇതിനോട് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എഴുതി കൂട്ടുക. അതിനുശേഷം ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എഴുതി കുറയ്ക്കുക. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ്, പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഈ 3 ഐറ്റം ആണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് എഴുതാം. ആൻഡ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി on the opening date, on the opening date. ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന സ്റ്റേഷനറി എമൗണ്ട് എത്ര? ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റേഷനറി, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 400. അടുത്തായിട്ട് കൂട്ടേണ്ടത് എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ക്ലോസിംഗ് ഡേറ്റ്, അതായത് കറന്റ് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ കൊടുക്കാനുള്ള തുക, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള തുക. എമൗണ്ട് due for stationery on the closing date, closing date, current yearലെ closing dateൽ സ്റ്റേഷനറി മേടിച്ച ഇനത്തിൽ കൊടുക്കാനുള്ള തുക എത്രയാ?
ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കാനുള്ളതാ 300 രൂപ. അതിനുശേഷം എന്താണ് ആഡ് ചെയ്യേണ്ടത്? എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റില് സ്റ്റേഷനറിക്ക് മുൻകൂറായി കൊടുത്തത്. അങ്ങനെ ഓപ്പണിംഗ് ഡേറ്റില് മുൻകൂറായി കൊടുക്കുന്നത് കറന്റ് ഇയറിലേക്കായിരിക്കും. എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി എന്നത്തെയാ ഓൺ ദി ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ മുൻകൂർ കൊടുത്തത്, അതായത് കറന്റ് ഇയറിലെ സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കറന്റ് ഇയറിലെ സ്റ്റേഷനറിയുടെ എമൗണ്ടിൽ വരേണ്ടതാണ്. എത്രയാണ് എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്? ഓൺ ഓപ്പണിംഗ് ഡേറ്റ് 60. ഈ 3 ഐറ്റമാണ് ആഡ് ചെയ്യേണ്ടത്. 3 എമൗണ്ടോടെ കൂട്ടുക. 400, 300, 700, 760 കൂട്ടി 2000-നോടൊപ്പം ഈ 760 രൂപ കൂട്ടുക. 2760 ഇത് കൂട്ടേണ്ടതാണ്. 2760 രൂപ. ഇതിൽ നിന്നും കുറയ്ക്കണം. ഏതൊക്കെ ഐറ്റമാണ് കുറയ്ക്കേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, അതായത് അധികം വന്ന സ്റ്റേഷനറി. നമുക്ക് ഈ വർഷം അത് ഉപയോഗിക്കേണ്ടതായി വന്നിട്ടില്ല. അങ്ങനെ വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ചെയ്യണം. എഴുതുക. ലെസ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ്. ഇത് നിങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാൻ എളുപ്പമാണ്. ആഡ് ചെയ്യേണ്ട ഐറ്റം പഠിച്ചു കഴിഞ്ഞാൽ ലെസ് ചെയ്യേണ്ട ഐറ്റം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് ആഡ് ചെയ്യണം, ക്ലോസിംഗ് ഡേറ്റിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. എത്രയാണ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ്? 200. അടുത്തായിട്ട് ലെസ് ചെയ്യേണ്ട ഐറ്റം എന്താണ്? എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ദി ഓപ്പണിംഗ് ഡേറ്റ്. എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ദി ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് സ്റ്റേഷനറി, അത് കറന്റ് ഇയറിൽ വരുന്നതല്ല, അത് കുറയ്ക്കണം. എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓൺ ദി ഓപ്പണിംഗ് ഡേറ്റ്. എത്ര രൂപ ഓപ്പണിംഗ് ഡേറ്റിൽ കൊടുക്കാനുണ്ടായിരുന്നു? 150. അത് നമ്മുടെ ഈ 2000-ൽ കാണും. അത് കുറച്ച് കളയണം, കാരണം കറന്റ് ഇയറിലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് അടുത്ത ഐറ്റം എന്താണ് കുറയ്ക്കേണ്ടത്? പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി. പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ സ്റ്റേഷനറി ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റില് അഡ്വാൻസ് കൊടുത്തത്, അത് നമുക്ക് കറന്റ് ഇയറിൽ വരുന്നതല്ല, അതിൽ നിന്ന് കുറച്ച് കാണിക്കണം. അടുത്ത വർഷത്തേക്കുള്ള സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത തുകയാണ്. എത്ര രൂപയാണത്? ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസ് എമൗണ്ട് 120. ഇത് കുറയ്ക്കേണ്ടതാണ്. 470 രൂപ. 200-ന്റെ കൂടെ 180-ഉം 120-ഉം കൂട്ടുക. കാരണം ഈ 3 എമൗണ്ടും കുറയ്ക്കേണ്ടതാണ്. അങ്ങനെ 3 കൂടെ കൂട്ടുമ്പോൾ 470 വരും. ആ 470 രൂപ കുറയ്ക്കുക. 2290 വരും കറന്റ് ഇയറിലെ സ്റ്റേഷനറി നമ്മൾ കൺസ്യൂം ചെയ്യുക. അതായത് കറന്റ് ഇയറിൽ 2290 രൂപയുടെ സ്റ്റേഷനറി നമ്മൾ ഉപയോഗിച്ചു. ഇതാണ് കറന്റ് ഇയർ എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റേഷനറി. ഇതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട്. ഇത് കണ്ടുപിടിക്കാനായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. മനസ്സിലായല്ലോ? നന്നായി വർക്ക്ഔട്ട് ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ, അതായത് ബാലൻസ് ഷീറ്റും കൂടി, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ മൂന്നിലും എവിടെയൊക്കെ ഈ ഐറ്റം എൻ്റർ ചെയ്യുമെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദ ഇയർ എവിടെയാണ് കാണിക്കുന്നത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ. അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് 2290. ഇതെന്താണ്? കറന്റ് ഇയറിൽ ഉപയോഗിച്ച സ്റ്റേഷനറിയുടെ എമൗണ്ട് അല്ലേ?
കറന്റ് ഇയറിലെ എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റേഷനറി ആണ് 2290. ഇത് എവിടെയാണ് എഴുതേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം ശ്രദ്ധിക്കുക, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ട്, എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഉണ്ട്, പെയ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട് അല്ലേ. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി, അതായത് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ളതാണ്, ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് പർച്ചേസ് നടത്തി അങ്ങനെ കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. അത് നമുക്കൊരു ലൈബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ഡേറ്റിലെ എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലും, എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി ആണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലും എൻ്റർ ചെയ്യുക. അതിനുശേഷം പെയ്ഡ് ഇൻ അഡ്വാൻസ് മുൻകൂട്ടി അടയ്ക്കുന്നതാണ്, അത് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലെ പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും, ക്ലോസിംഗ് ഡേറ്റിലെ പെയ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുമാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ നന്നായി ക്ലാസ് ശ്രദ്ധിക്കുക. കേട്ടതിന് ശേഷം ഈ കണക്ക് ചെയ്ത് പഠിക്കണം. ഓണത്തിന്റെ തിരക്കിലായ എല്ലാവരും ഒന്ന് അറിയാം, എങ്കിലും നമ്മുടെ കാര്യം കൂടി നോക്കണ്ടേ. എല്ലാവരും നന്നായി പഠിക്കുക. നല്ല രീതി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ് ഗ്രൂപ്പ് വഴി ചോദിക്കുക.